15ാമത്തെ ജുസ് ആണ്. ഇതിൽ സൂറത്തു ബനി ഇസ്രായിൽ അൽ ഇസ്ര എന്നും പേരുണ്ട്. അതുപോലെ സൂറത്തുൽ കഹ്ഫിലെ 3 പേജ് ഒഴിച്ച് ബാക്കി ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്തത്. ഇപ്പോൾ സൂറത്ത് ബനി ഇസ്രായിൽ അല്ലെങ്കിൽ ഇസ്ര എന്ന് പറയുന്ന സൂറത്തിൻ്റെ ആരംഭത്തിൽ അള്ളാഹു താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാപ്രയാണത്തെക്കുറിച്ച് ഇസ്രായിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. രാത്രിയുടെ ഒരല്പസമയത്തിൽ തൻ്റെ ദാസനെ മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം ചെയ്യിച്ച റബ്ബ് പരിശുദ്ധനാണ് എന്നറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രാ മിഅ്റാജിൽ ഇസ്രായിൻ്റെ സംഭവം ഖുർആനിൽ തന്നെ പരാമർശിച്ചതുകൊണ്ട് അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. എന്ന് മാത്രമല്ല, രാത്രി സ്വപ്നം കാണിച്ചതാണെങ്കിൽ അതിപ്പോൾ സ്വപ്നം ഇപ്പോൾ ആർക്കും കാണാമല്ലോ. എന്തിനാ മസ്ജിദുൽ അഖ്സ വരാക്കുന്നത്? 3 ഹറം എല്ലാം ഒറ്റ ദിവസം തന്നെ, 2 ഹറം മക്കയും മദീനയും, പിന്നെ ഇത് രണ്ടുമാണ് യഥാർത്ഥ ഹറം. പിന്നെ 3ാം ഹറം നമ്മൾ വിശ്വസിക്കുന്ന മസ്ജിദുൽ അഖ്സ, നമ്മളുടെ 3ാമത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പള്ളി, പിന്നെ 7 ആകാശം, എല്ലാം സ്വപ്നം ഒരു ദിവസം കൊണ്ട് കണ്ടു തീർക്കാമല്ലോ. അല്ലാഹു തആല ഒരു അത്ഭുതമായിട്ട് ഇവിടെ അറിയിച്ചു തരുന്നത് ഇത് ശരീരം കൊണ്ടുള്ള യഥാർത്ഥ യാത്ര ആയതുകൊണ്ടാണ്. അടുത്ത സംഗതി, ഇസ്രായേൽ സന്തതികളുടെ അതിക്രമങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഇവിടെ ഉണ്ട്. ഇസ്രായേൽ സന്തതികൾ എന്നാൽ യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മക്കൾ എന്നാണ് അർത്ഥം. ആ പരമ്പരയിലാണ് മൂസ നബി അലൈഹി സ്വലാം, ഈസാ നബി അലൈഹി സ്വലാമൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ജൂതന്മാരും ക്രിസ്ത്യാനികളൊക്കെ ആ വംശത്തിൽ, ആ പരമ്പരയിൽപ്പെട്ടവരാണ്. അപ്പം അവർ ഭൂമിയിൽ 2 തവണ കുഴപ്പം കാണിക്കും, അതുപോലെ തന്നെ വലിയ ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കും. അങ്ങനെ ചെയ്യുമ്പം നാം നമ്മുടെ ശക്തരായ അടിമകളെ അയച്ച് അവരെ കൈകാര്യം ചെയ്യും. അവരുടെ വീടുകൾക്കുള്ളിൽ അവർ കയറി ചെല്ലും. എന്നിട്ട് വീണ്ടും അവരുടെ അവസ്ഥകൾ നന്നാകും. അല്ലാഹു തആല പറഞ്ഞു അങ്ങനെ വീണ്ടും മോശമാകും, അപ്പോഴും അവർക്കെതിരെ നാം ശക്തരായ ആളുകളെ നിയോഗിക്കും എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവസാനം പറയാണ് വൈൻ ഉത്തും ഉദ്ന, നിങ്ങൾ മടങ്ങിയാൽ ഇനി നാമും മടങ്ങും. അഥവാ അതിക്രമത്തിലേക്ക് നിങ്ങൾ പോയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കെതിരെ നടപടി വരും. അപ്പം നമ്മുടെ ശക്തരായ ചില അടിമകൾ എന്ന് പറഞ്ഞെടുത്ത് ഒരുപക്ഷെ മുഅ്മിനീങ്ങളാകണമെന്ന് പോലില്ല. ചരിത്രത്തിൽ ഇവർക്ക് പല തിരിച്ചടികളും കിട്ടിയിട്ടുള്ള പല ആൾക്കാരുടെ അടുത്തു നിന്നാണ്. പല രാജാക്കന്മാരുടെ പേരും അതിൽ വരുന്നുണ്ട്, ബുഖ്തു നസറിനൊക്കെ പോലുള്ള. അപ്പം അല്ലാഹു തആല ഭൂമിയിൽ പലപ്പോഴും നീതി നടപ്പിലാക്കുന്നത് എപ്പോഴും സത്യവിശ്വാസികളെ കൊണ്ടായിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ഏറ്റവും ശരിയായ മാർഗത്തിലുള്ളവരെ കൊണ്ടാകണം എന്നില്ല. അക്രമികളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കും, അല്ലെങ്കിൽ ജനങ്ങളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കും. അപ്പോൾ ഒരു പാർട്ടിക്കാർ മോശമാകുമ്പോൾ ഒരുപക്ഷെ അത്ര മോശമില്ലാത്ത വേറൊരു പാർട്ടി വന്നായിരിക്കും ചിലപ്പോൾ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ വേറൊരു അക്രമിയായിരിക്കും ഈ അക്രമിക്ക് പാഠം പഠിപ്പിക്കുന്നുണ്ടാവാം. ആ അക്രമിയെ നന്നാക്കാൻ അള്ളാഹു അടുത്താളെ നിയോഗിക്കും. ബഅസ്നാ അലൈക്കും ഇബാദൻ ലനാ ഉലീ ബഅസിൻ ഷദീദ്, നിങ്ങൾക്കെതിരെ ശക്തരായ ആളുകളെ നാം നിയോഗിക്കും. അത് മുസ്ലിമീങ്ങളാകണം എന്നില്ല, മുസ്ലിമീങ്ങളാണ് ആകേണ്ടത്. ആകാത്തപ്പോൾ അല്ലാഹു തആല അക്രമികളിൽ ചിലരെ കൊണ്ട് പ്രതിരോധിക്കും. അപ്പം ഇങ്ങനൊരു സംഗതി സൂറത്ത് ബനി ഇസ്രായേലിൻ്റെ ആരംഭത്തിൽ പരാമർശിക്കുന്നുണ്ട്. ശേഷം അല്ലാഹു തആല ഖിയാമത്തിനെ കുറിച്ച്, മനുഷ്യൻ്റെ അമലുകളുടെ അവസ്ഥയെക്കുറിച്ച് പറയാണ്. നിങ്ങളുടെ ഭാഗധേയം തീരുമാനിക്കാനുള്ള സംഗതി നിങ്ങളുടെ ദേഹത്ത് തന്നെ ഉണ്ട്. എന്നാണ് നമ്മളുടെ അമലുകൾ എഴുതിയ ഗ്രന്ഥമുണ്ട്. നാളെ ഇത് തുറന്നങ്ങ് വെച്ചിട്ട് വായിച്ചോളാൻ പറയും. അപ്പം നല്ലത് വേണം വായിക്കാൻ. നമ്മളത് നമ്മൾ തന്നെ വായിക്കേണ്ടി വരും. കിടന്നുറങ്ങി, വെറുതെ ഇരുന്നു, ഗീബത്ത് പറഞ്ഞു, ഇത് മുഴുവൻ ആലോകരുടെ മുമ്പിൽ ഇഖ്റ കിതാബക, നീ നിൻ്റെ കിതാബ് വായിക്കണം, ഇന്ന് നിന്നെ ഹിസാബ് ചെയ്യാൻ നീ തന്നെ മതി, വേറെ ആരും വേണ്ട. ശേഷം മാതാപിതാക്കളെ പറ്റി നമ്മളെപ്പോഴും പാരായണം ചെയ്യേണ്ട, മാതാപിതാക്കളുള്ള കടമകൾ എപ്പോഴും ഓർമ്മിക്കുകയും നമ്മൾ കൂടുതൽ അവർക്ക് ഉപകാരം ചെയ്യുകയും ചെയ്യേണ്ട ആയത്തുണ്ട്. വഖളാ റബ്ബുക എന്ന് തുടങ്ങുന്ന ആയത്ത് സൂറത്ത് ബനി ഇസ്രായേലിലെ 23ാമത്തെ ആയത്താണ്. ഈ ആയത്തുകൾ നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുകയും പാരായണം ചെയ്യുകയും ചെയ്യണം. അല്ലാഹു തആല നിയമമാക്കിയിരിക്കുന്നു അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന്, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും. അവരിൽ 2 പേർ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ അടുത്ത് വാർദ്ധക്യത്തിലെത്തിയാൽ നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്. ചെറുപ്പക്കാരായിരിക്കും നമുക്ക് ഛേ എന്ന് പറയാൻ കഴിയില്ല, കാരണം തിരിച്ച് നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടാനുണ്ട്. തിരിച്ച് നമ്മളെ നിർത്തേണ്ട പോലെ നിർത്താൻ അവർക്ക് പറ്റും. അവർ വാർദ്ധക്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബലഹീനരായി, അല്ലെങ്കിൽ നമ്മൾ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തി. അത് ഓരോ ആയുസ് കൂടുന്നതിനനുസരിച്ച് ഓരോ ഘട്ടത്തിൽ കൂടിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ പിടിച്ച് നടക്കാൻ ആവശ്യമായിട്ട് വരും, ചിലപ്പം പൂർണ്ണമായിട്ട് കിടപ്പിലായിരിക്കും. അല്ലാഹു തആല എല്ലാവരുടെയും മാതാപിതാക്കൾക്ക് ആഫിയത്ത് നൽകട്ടെ. ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിലപ്പോൾ എല്ലാം വൃത്തിയാക്കി കൊടുക്കേണ്ടി വരും. ചിലപ്പം പറഞ്ഞാൽ ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തും. ഒരു കാര്യം 100 പ്രാവശ്യം ചോദിച്ചേക്കാം. മോനിപ്പോൾ എവിടുന്നാ വന്നത്? കുറ്റിപ്പുറത്തുനിന്ന്. കുറച്ച് 2 പിന്നെ മോനെ എവിടുന്നാ വന്നത്? കുറ്റിപ്പുറത്തുനിന്ന്. ചിലപ്പോൾ 20 പ്രാവശ്യം പറയേണ്ടി വരും. അന്നേരം കുറ്റിപ്പുറത്തുനിന്ന് പറഞ്ഞില്ലേ എന്ന് പറയരുത്. മനസ്സിലായില്ല? ഇതാണ് ഇവിടെ പറഞ്ഞിട്ട്. ഫലാ തഖുൽ ലഹുമ ഉഫിൻ, ഛേ എന്ന് പോലും പറയരുത്. വലാ തൻഹറുഹുമ, ഒച്ച കൂട്ടരുത്, വരട്ടരുത്. വഖുൽ ലഹുമ ഖൗലൻ കരീമ, ഏറ്റവും മാന്യമായ വാക്കുകൾ പറയണം. ചെറിയ കുട്ടികൾ എങ്ങനെ കളിപ്പിക്കുന്നത്? മോൻ കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ സ്നേഹം കൂടുന്നില്ലേ? പിന്നെയും കളിപ്പിക്കുന്നില്ലേ? ആ സ്റ്റേജിലേക്ക് അവരെത്തിയിരിക്കുന്നു. ഇപ്പോൾ സ്വന്തം മക്കളുണ്ടാകുമ്പോൾ ആ മോൻ ചോദിക്കുകയാണ്, ഇപ്പോൾ അതെന്താണ്? അത് കാറാണ്. പിന്നെ 5 മിനിറ്റ് പിന്നെയും ചോദിക്കുമ്പോൾ സ്നേഹം കൂടുകയല്ലേ ചെയ്യുന്നത്, നല്ലോണം പറഞ്ഞു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതേപോലെ
മാതാപിതാക്കളെ നിങ്ങൾ പരിഗണിക്കണം, ഏറ്റവും നല്ല വാക്കുകൾ പറയണം, കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കുകയും റബ്ബി റഹമുഹുമാ കമ്മാ റബ്ബയാനി സഗീറ എന്ന് പറയുകയും ചെയ്താൽ ഒരു മിനിമം ഒരു 1% കടമ പൂർത്തിയാകും. ഇത് ഇതെല്ലാം പൂർത്തിയാകുന്നല്ല പറയുന്നത്. ഒരു വ്യക്തി ഉമ്മനെ എടുത്തുകൊണ്ട് തവാഫ് ചെയ്യാണ്. അപ്പോൾ ചോദിച്ചു എൻ്റെ കടമ പൂർത്തിയാകും. പറഞ്ഞു കടമ പൂർത്തിയായിട്ടൊന്നുമില്ല, പ്രസവിക്കുന്ന സമയത്ത് എൻ്റെ ചെറിയൊരു പ്രയാസത്തിൻ്റെ ഭാഗമായിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്രേ ആയിട്ടുള്ളൂ. ഇനി പ്രസവിച്ച് പാല് തന്ന് വലുതാക്കി എന്തെല്ലാം ഉണ്ട്. ഒരു മിനിമം ഭാഗത്തേക്ക് നമുക്കത് ഇതൊക്കെ പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബന്ധുക്കൾക്ക് അവരുടെ അവകാശങ്ങൾ നൽകണം. മിസ്കിന്മാർക്കും വഴിയാത്രക്കാർക്കും വല്ല തുബദ്ദിർ തബ്ദീറ, ദുർവ്യയം കാണിക്കരുത്. ദുർവ്യയം കാണിക്കുന്ന ഒരു പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചാകട്ടെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. ഒരാൾ ഇസ്രാഫ് കാണിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഒന്ന് അള്ളാഹുവിന്റെ നിയമത്തുകളെ ചോദ്യം ചെയ്യുന്ന, രണ്ട് സമൂഹത്തോട് ധിക്കാരം കാണിക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിന് ചെലവാക്കാം, മറ്റുള്ളവരെ തോപ്പിക്കാൻ, പത്രാസ് കാണിക്കാൻ. ഞാൻ ഗൾഫിൽ പോയിട്ട് സമ്പാദിച്ചൊക്കെ ആൾക്കാരൊന്ന് കാണട്ടെ, 150 ഐറ്റമുള്ള ഒരു സദ്യ നടത്തണം. ആൾക്കാർക്ക് കഴിക്കാനുള്ളത് വെച്ചോ, കാണിക്കാൻ വേണ്ടി വെക്കരുത്, പത്രാസ് കാണിക്കാൻ വേണ്ടി നടത്തരുത്. അങ്ങനെ ചെയ്യുന്നവർ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു റബ്ബിഹി കഫൂറ. അവർ പിശാചിന്റെ സഹോദരങ്ങളാണ്. പിശാചാകട്ടെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. നിങ്ങൾ ഒരിക്കലും അധികം പിശുക്കാകരുത്, ധാരാളിയുമാകരുത്. ഒരു മിതമായ മാർഗം സ്വീകരിക്കണം. നിങ്ങൾ മക്കളെ ദാരിദ്ര്യം ഭയന്ന് കൊന്നുകളയരുത്. വ്യഭിചാരത്തെ സമീപിക്കരുത്, അതിൻ്റെ അടുത്തേക്ക് പോലും പോകരുത്. അള്ളാഹു താല പവിത്രമാക്കിയ ജീവനെ നിങ്ങൾ ഹനിക്കരുത്. യതീമിൻ്റെ സമ്പത്തിനെ ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സമീപിക്കരുത്. അപ്പോൾ യതീം എന്ന് പറയുമ്പോൾ ആരും യതീം ഹാനെന്ന് ചിന്തിക്കരുത് കേട്ടോ. അതൊക്കെ ഇപ്പം വന്ന സംവിധാനമാണ്. കുടുംബത്തിലൊരു മൂത്ത അംഗം മരിച്ചു എന്ന് കരുതുക. ഒരു 5 മക്കളുണ്ട്, 6 മക്കളുണ്ട്. അതിൽ ഇളയ മോനിക്ക് 13 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് കരുതുക. ആ മോൻ യതീമാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ നഷ്ടപ്പെട്ടു. അപ്പം സമ്പത്തുണ്ട്, വിഹിതമുണ്ട്. ആ മോൻ്റെ വിഹിതം നിങ്ങൾ കരുതലോടെ ചെലവാക്കണം. ആലോചിച്ച് നോക്കണം, ആ മോൻ ഏറ്റവും നല്ലത് ഏതാണ്? അവന് വേണ്ടി ഒരു ബിസിനസ് തുടങ്ങലാണോ നല്ലത്? അതോ വിദ്യാഭ്യാസത്തിൻ്റെ ഫീസ് അടക്കലാണോ നല്ലത്? ആവശ്യത്തിന് തികയുന്ന നിങ്ങളെ കയ്യിൽ നിന്ന് 2 വരുന്നുണ്ടോ നോക്കി, അല്ലെങ്കിൽ 11 അല്ലെങ്കിൽ 13 വയസ്സുള്ള സമയത്ത് ബാക്കി മക്കളൊക്കെ വലുതായിട്ടുണ്ടാകും. ആരും ശ്രദ്ധിക്കുന്നില്ല ഇദ്ദേഹത്തിന് യതീമായ ഒരു കുട്ടിയുണ്ടെന്നുള്ളത്. ഈ കുട്ടി യതീമാണ്. ഇതാണ് യതീം. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം നടക്കുമ്പോൾ പ്രായപൂർത്തിയാകാത്ത മക്കൾ അവർക്കുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം എന്നർത്ഥം. യതീമിൻ്റെ സമ്പത്ത് ഏറ്റവും നല്ല രീതിയിലല്ലാതെ നിങ്ങൾ സമീപിക്കരുത്. നിങ്ങൾ അളവും തൂക്കവും കൃത്യമാക്കണം. അറിയാത്ത കാര്യങ്ങളുടെ പുറകിൽ പോകരുത്. ഭൂമിയിൽ അഹങ്കാരത്തോടെ നടക്കരുത്. നിങ്ങൾക്ക് ഈ ഭൂമിയെ പിളർത്താനോ പർവ്വതത്തോളം വലുതാകാനോ സാധിക്കുകയില്ല. ഇതെല്ലാം അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. നബിയെ ജനങ്ങളോട് പറയണം ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ. ഷെയ്ത്താൻ അവർക്കിടയിൽ തെറ്റിക്കും. ഷെയ്ത്താൻ മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അഥവാ വാക്കുകളിൽ നിന്നാണ് ഷെയ്ത്താൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാവിൽ നിന്നാണ് ഫിത്നകൾ ഉണ്ടാവുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ പറഞ്ഞു. ഷെയ്ത്താൻ വാക്കിനെ ചെറുതായിട്ടൊന്ന് തെറ്റിക്കും. ഒരു ഭാര്യയും ഭർത്താവും ഭയങ്കര പ്രശ്നം. അപ്പോൾ എന്താ സംഗതി അന്വേഷിച്ച് നോക്കുമ്പോൾ ഭാര്യൻ്റെ വീട്ടിൽ കുറച്ച് ആവശ്യമുണ്ട്. ഒരു 50,000 രൂപ തരുമെന്ന് ഭർത്താവിനോട് ചോദിച്ചു. ഭർത്താവ് എന്താ ചെയ്യേണ്ടത്? കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ നല്ല വാക്ക് പറയാം. ഇല്ല, ഉണ്ടെങ്കിൽ തരുമായിരുന്നു എന്ന് പറയാം. പകരം എന്താ പറഞ്ഞത്? ഇല്ല, ഉണ്ടെങ്കിലും തരൂല എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അതോടുകൂടെ പ്രശ്നമായി. പകരം ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് കൊടുത്ത പോലെ ആകുമായിരുന്നു. ഇല്ല, ഉണ്ടെങ്കിൽ എന്തായാലും തരായിരുന്നു എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്ക് സന്തോഷമായി. മാഷാ അല്ലാഹ്. അപ്പം വകുല്ലി ഇബാദി യഖൂലുല്ലതി ഹിയ അഹ്സൻ. നബിയെ എൻ്റെ അടിമകളോട് പറയണം ഏറ്റവും നല്ല വാക്കുകൾ പറയാൻ. ഷെയ്ത്താൻ നിങ്ങൾക്കിടയിൽ തെറ്റി. അപ്പോൾ ഷെയ്ത്താൻ കാത്തേക്കാണ് ഒരു വാക്ക് തെറ്റാൻ. ആ വാക്കിൻ്റെ മുള പിടിക്കുക. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നാവിൽ നിന്ന് വരുന്ന എല്ലാ വാക്കുകളെയും അള്ളാഹു കാക്കട്ടെ. നിഷേധികളുടെ കടുത്ത നിഷേധത്തിൻ്റെ അവസ്ഥ അള്ളാഹു പറയണം. അവർ പറയാണ്, ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇവർക്ക് അള്ളാഹുവിനെ പറ്റിയൊരു സങ്കല്പമുണ്ട്, നബിതങ്ങളെ പറ്റിയൊരു സങ്കല്പം വെച്ചാൽ നബികൾ ഭയങ്കര അത്ഭുതമായിരിക്കണം. നബിതങ്ങൾ നടന്നു വരുമ്പോൾ മലക്കുകൾ കൂടെ ഉണ്ടാവണം, നബിക്ക് വലിയൊരു കൊട്ടാരം ഉണ്ടാവണം, നബിതങ്ങൾ ഇങ്ങനെ പറയുന്ന വഴിയിലൂടെ അരുവികളൊക്കെ ഒഴുകണം. നിങ്ങൾക്ക് വഴി കാണിക്കാൻ വന്നതല്ല, ജീവിച്ച് കാണിച്ചു തന്നാൽ പോരെ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ എത്തിച്ചു തന്നാൽ പോരെ. അപ്പോൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത് വെച്ചാൽ ഒരു തോട്ടം വേണം, ആ തോട്ടത്തിൽ നബി ഒഴുകുന്നത് പോലെ അരുവികൾ ഒഴുകണം, പിന്നെ ആകാശത്തിൻ്റെ ഒരു പാളി പറിച്ചുകൊണ്ടൊന്ന് കാണിക്കണം, എസ്കോട്ടായിട്ട് മലക്കുകൾ ഉണ്ടാകണം, അതേപോലെ തന്നെ ഒരു സ്വർണ്ണത്തിൻ്റെ ഒരു വീടുണ്ടാകണം. ഇങ്ങനെ കഴിഞ്ഞാലല്ലേ ഒരു നബി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? ഫിറഔൻ ആരാന്നല്ലല്ലോ ചോദിച്ചത്, നബീനല്ലേ നമ്മൾ പറഞ്ഞു തരേണ്ടത്. പിന്നെ മലക്ക് വരാത്ത എന്താണ്? അപ്പോൾ അള്ളാഹു പറയാണ്, മലക്കുകൾക്ക് ഹിദായത്ത് കൊടുക്കാനല്ലേ മലക്കുകളെ നിയോഗിക്കേണ്ടത്. മനുഷ്യന്മാർക്ക് ഹിദായത്ത് കാണിച്ചു കൊടുക്കുക, ജീവിച്ച് കാണിച്ചു തരണം, കാര്യങ്ങൾ അപ്പോൾ മനുഷ്യനാണെങ്കിൽ മനുഷ്യനെയാണ് അയച്ചു തരേണ്ടത്. മുൻകഴിഞ്ഞ എല്ലാ വേദങ്ങളും നിങ്ങൾ നോക്കിയോ, എല്ലാ പ്രവാചകന്മാരും മനുഷ്യരായിരുന്നു എന്നവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ നബിതങ്ങൾക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ നൽകി. നബിയെ അങ്ങ് നമസ്കാരം നിലനിർത്തണം, അതുപോലെ തന്നെ രാത്രി തഹജ്ജുദ് നമസ്കരിക്കണം. അങ്ങ് പ്രത്യേകമായിട്ട് അള്ളാഹു ഏറ്റവും സ്തുത്യർഹമായ സ്ഥാനത്തേക്ക് അങ്ങ് യാത്രയാക്കും. അപ്പോൾ തഹജ്ജുദിനെയും മഖാമ മഹ്മൂദിനെയും അള്ളാഹു ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നമുക്കും
നമുക്ക് മഖാം മഹ്മൂദ് എന്തായാലും കിട്ടൂല, ആ പറഞ്ഞ സ്ഥാനം കിട്ടൂല. അപ്പോൾ അല്ലാഹു തആല എന്തായാലും നബി തങ്ങൾക്ക് കൊടുക്കാൻ വെച്ചതാണ് മഖാം മഹ്മൂദ്. അതുമായിട്ട് തഹജ്ജുദിനെ ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞാൽ തഹജ്ജുദ് നമുക്കും ഉന്നതമായ സ്ഥാനങ്ങൾ നേടിത്തരും എന്നർത്ഥം. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ വലിയ സ്ഥാനവും മഹത്വവും കരസ്ഥമാക്കാനുള്ള ഒരു വഴിയാണ്, ആരും അറിയാതെ രഹസ്യമായിട്ട് ദുആ ചെയ്യാനുള്ള വഴിയാണ് രാത്രി സമയത്തുള്ള നമസ്കാരം. അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് പറയാണ്, നബിയെ ശരിയായ ഇൽമുള്ളവർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അവർ സുജൂദിൽ വീണുകൊണ്ട് പറയും, അള്ളാഹു നിൻ്റെ വാഗ്ദാനങ്ങളൊക്കെ സത്യമാണ്. അവർ കരയും, സുജൂദിൽ കരയും, അവർക്ക് ഭയഭക്തി വർദ്ധിക്കും. അപ്പോൾ സുജൂദുകൾ എല്ലാവരും വർദ്ധിപ്പിക്കണം, സുജൂദിൽ ദുആ ചെയ്യണം, സുജൂദിൽ കരയും കൂടെ ചെയ്യണം. അത് ശരിയായ ഇൽമുള്ള ആളുകളുടെ അടയാളമാണ്. നിങ്ങൾ നിങ്ങളുടെ ദുആ അധികം ഉറക്കെയാക്കരുത്, വല്ലാതെ പതുക്കെയുമാക്കരുത്, മധ്യമമായൊരു മാർഗം സ്വീകരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത്, നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദത്തിൽ ദിക്റുകളും ദുആക്കളൊക്കെ നമ്മൾ ശീലിക്കണം എന്നർത്ഥം. ശേഷം സൂറത്തുൽ കഹ്ഫാണ്. സൂറത്തുൽ കഹ്ഫിൻ്റേത് ഇപ്പം തൽക്കാലം ചുരുക്കി പറയാം ഇൻഷാ അല്ലാഹ്. വേറൊരു സമയം ഉണ്ടെങ്കിൽ നമുക്ക് വിശദമായിട്ട് പറയാം. കുറേ സംഭവങ്ങൾ വിവരിക്കുന്നുണ്ട്. ഒന്ന് ആദ്യത്തേത് അസ്ഹാബുൽ കഹ്ഫിൻ്റേതാണ്. അപ്പം സൂറത്തുൽ കഹ്ഫിൻ്റെ ഉള്ളിലൊരു പ്രമേയമുണ്ട്. നമ്മൾ സാധാരണ തൗഹീദ് ഷിർക്ക്, ഇതൊരു മനുഷ്യനെ ശരിയും തെറ്റും ആക്കിക്കളഞ്ഞ രണ്ട് സംഗതിയാണ്, തൗഹീദും ഷിർക്കും. ഇതേപോലെ തന്നെയാണ് ദുനിയാവും ആഖിറവും. പലപ്പോഴും ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ കാരണം നിസ്കാരം ഖളാക്കി, ദുനിയാവിൻ്റെ താല്പര്യങ്ങൾ കാരണം തൗഹീദിൽ അടിയുറച്ച് നിൽക്കാതിരുന്നു. അങ്ങനത്തെ സംഭവങ്ങൾ ഇവിടെ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അസ്ഹാബുൽ കഹ്ഫിന് തന്നെ ഒരു രാജാവുണ്ട്, അക്രമിയാണ്. അദ്ദേഹത്തെ അനുസരിച്ചാൽ സുഖമായിട്ട് ജീവിക്കാം. ധിക്കരിച്ച് കഴിഞ്ഞ് അവർക്ക് ഗുഹയിൽ പോയി അഭയം തരേണ്ടി വന്നു. അപ്പം തൗഹീദ് ഷിർക്ക് മാത്രമല്ല, ഭൗതികമായ എല്ലാ സുഖങ്ങളെയും ത്യജിച്ചുകൊണ്ട് അവർ ദീനിൻ്റെ മാർഗത്തിൽ ഉറച്ചുവന്നപ്പോൾ അല്ലാഹു തആല അവരെ അങ്ങേറ്റം സഹായിച്ചു. ഏത് കറ്റം വരെ ഒരു വലിയന് ഒരു സാലിഹിന് അള്ളാഹു നൽകുന്ന സഹായം പോകും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം. അല്ലാഹു തആല 300 വർഷം അവരെ ഉറക്കി. അവർക്ക് കാവലായിട്ട് അല്ലാഹു തആല ഒരു പട്ടിയെ നിർത്തി. നബിയെ അങ്ങ് അതിനെ കാണുകയാണെങ്കിൽ പേടിച്ചു പോകും. ഗുഹാമുഖത്ത് അല്ലാഹു ഒരു പട്ടിയെ കാവൽ നിർത്തി. അതുപോലെ തന്നെ അല്ലാഹു തആല അവരെ വശങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി അവരുടെ ശരീരത്തെ സംരക്ഷിച്ചു. 300 വർഷം ഉറക്കി കിടത്തി, പട്ടിയെ കാവൽ നിർത്തി എന്നൊക്കെ പറയുമ്പോൾ കറാമത്ത് ഏതറ്റം വരെ പോകും എന്നതിൻ്റെ ഒരു തെളിവാണിത്. ഇങ്ങനെയൊക്കെ ഇതിപ്പോൾ അസ്ഹാബുൽ കഹ്ഫ് എന്നുള്ളത് അല്ലാഹു തആല ചോദിക്കേണ്ടത്, ഇത് വലിയ അത്ഭുതമാണോ? ഹസീബ്, ഇത് അത്ഭുതം എന്നാണ് നിങ്ങൾ കരുതുന്നത്? എന്നാൽ ഇങ്ങനെയെല്ലാം അല്ലാഹു തആല സഹായിക്കുമെന്നർത്ഥം. പിന്നെ ജോർദാനിലെ അമ്മാൻ്റെ അടുത്ത് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ എന്ന് കരുതപ്പെടുന്ന വിശ്വസിക്കപ്പെടുന്ന സ്ഥലമുണ്ട്. കാരണം എല്ലാം മാച്ചാവണല്ലോ. ഒന്ന് ലിസ്റ്റിലുള്ള ഏതൊക്കെ ഗുഹ ഉണ്ടെന്ന് നോക്കാം, ഏതൊക്കെ സാധ്യത ഉണ്ടെന്ന് നോക്കാം. രണ്ടാമത്തേത് ഒരു രാജാവിൽ നിന്ന് ഓടിപ്പോയതാണല്ലോ. അപ്പോൾ ഒരു രാജാവിൻ്റെ ഒരു ആസ്ഥാനം ഉണ്ടായിരിക്കണമല്ലോ ആദ്യം അവിടെ. അപ്പോൾ അമ്മാൻ ഒരുപാട് റോമൻ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു, അവരുടെ ആസ്ഥാനമായിരുന്നു. അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു ഓടിപ്പോകാവുന്ന ദൂരത്തിലാണ് ഈ ഗുഹ ഉള്ളത്. ബാക്കി പറയുന്ന കാര്യങ്ങളോടൊക്കെ ഒത്തുവരുന്നൊരു സ്ഥലമാണ് അസ്ഹാബുൽ കഹ്ഫിൻ്റെ ഗുഹ എന്ന് വിശ്വസിക്കപ്പെടുന്ന അമ്മാനുള്ള ഗുഹ. അല്ലാഹു തആല അവരവിടെ സംരക്ഷിച്ചു. പിന്നെ നബി ഒരിക്കലും ഒരു കാര്യം ഇൻഷാ അല്ലാഹ് എന്ന് പറയാതെ പറയരുത്. എന്നാൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് വേണം നമ്മളെപ്പോഴും മുന്നോട്ട് നീങ്ങാൻ. ശേഷം ഇതേപോലെ അല്ലാഹു തആല വേറെ 2 വ്യക്തികളുടെ സംഭവം പറയണം. അതിലൊരാൾ വലിയ സമ്പന്നനായിരുന്നു. അപ്പോൾ അദ്ദേഹം അടുത്ത ആളോട് പറഞ്ഞു, എനിക്ക് ദുനിയാവിൽ കിട്ടിയത് കണ്ടില്ല, ഇനിയിപ്പോൾ ആഖിറത്ത് വരാണെങ്കിൽ തന്നെ എനിക്ക് ഇതിനേക്കാൾ നല്ലത് കിട്ടും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന് നന്ദി കാണിക്കണം. അള്ളാഹു ഇല്ലായ്മയിൽ നിങ്ങളെ സൃഷ്ടിച്ചു, അതുപോലെ നിങ്ങളുടെ ഈ വിഭവങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ മാഷാ അല്ലാഹ് എന്ന് പറയണം. അപ്പം ധിക്കാരി അല്ലാഹു തആല പിടികൂടുകയും അയാളുടെ സമ്പത്തിന് അള്ളാഹു ദുനിയാവിൽ തന്നെ നശിപ്പിച്ച കാര്യം ഇവിടെ പറയാണ്. വീണ്ടും ദുനിയാവിൻ്റെ ഒപ്പം അള്ളാഹു പറഞ്ഞു, ദുനിയാവെന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്തു, ചെടികൾ ഇങ്ങനെ മുളച്ചു, പിന്നെ ഒരു കാലാവസ്ഥ മാറി അല്ലെങ്കിൽ കാറ്റടിച്ചു, അതെല്ലാം ഇല്ലാതായിപ്പോൾ. ഇതേപോലെ കാലത്തിൻ്റെ ഒഴുക്കിൽ ഒരു മനുഷ്യൻ ജനിക്കുന്നു, യുവാവാകുന്നു, വൃദ്ധനാകുന്നു, പോകുന്നു. പോയി കഴിഞ്ഞാൽ ആരും ഇവിടെ ചോദിക്കാനില്ല, പറയാനില്ല. ഇപ്പോൾ ഞാൻ 50 കൊല്ലം ജനിച്ച ആൾക്കാരെ പറ്റി നമുക്ക് ഇപ്പോൾ അറിയ പോലില്ല. ഇതേപോലെ നാളെ നമ്മളെപ്പറ്റി ഇവിടെ ഒരാളും അന്വേഷിക്കാനില്ല. ആരെങ്കിലും മക്കൾ എന്തെങ്കിലും ദുആ ചെയ്യുകയോ ഒക്കെ ചെയ്താലായി. അത്രേ മനുഷ്യൻ്റെ അസ്തിത്വം ഈ പ്രപഞ്ച വിശാലതയിലുള്ളൂ. പിന്നെ ഖിയാമത്തിനെ പറ്റി സുദീർഘമായ വിവരണം നാളെ നിങ്ങളെ ഹാജരാക്കപ്പെടും എന്ന് മാത്രമല്ല, അക്രമികൾ ഭയന്നു പോകും പാപങ്ങളൊക്കെ പുറത്തു വരുന്നുള്ളത്. ഇവിടെ ചെയ്ത പ്രവൃത്തികൾ അല്ലാഹു അങ്ങനെ തന്നെ അവിടെ കാണിക്കും. അഥവാ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ റീക്രിയേറ്റ് ചെയ്തിട്ട് ഈ ജീവിതം അങ്ങനെ തന്നെ അവിടെ പ്രസൻറ്റ് ചെയ്യും. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സമയം തീർന്നു. ലാസ്റ്റ് 2 മൂസാ നബിയുടെയും ഖിദർ അലൈഹി ഇസ്ലാമിൻ്റെ സംഭവത്തിൻ്റെ ഗുണപാഠം നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെയാണ്. അല്ലാഹുവിൽ എപ്പോഴും ബലമേൽപ്പിക്കണം. ഏറ്റവും അറിവുള്ളത് ആരാന്ന് ചോദിച്ചപ്പം ബനി ഇസ്രായേൽ ഏറ്റവും അറിവുള്ളതാണെന്ന് ചോദിച്ചപ്പോൾ മൂസാ നബി സാധാരണ ഉത്തരം പറഞ്ഞു, ഞാനാന്ന് പറഞ്ഞു. ശരിയാണ്, 100%. പക്ഷെ പറയേണ്ടിയിരുന്നു അള്ളാഹുവിനെ അറിയാവുന്ന, അള്ളാഹുവിലേക്ക് ചേർക്കുന്നൊരു വാക്ക് പറയേണ്ടിയിരുന്നു. അല്ലാഹു തആല അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ യാത്ര ചെയ്യിപ്പിച്ചു. വേറൊരു അറിവുള്ള ആളെ കാണിച്ചു തരാം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അറിയാത്ത പല സംഗതികളും അറിയുന്ന ഖിദർ അലൈഹി ഇസ്ലാമിൻ്റെ അടുത്തേക്ക് എത്തിച്ചു. ഖിദർ അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഒരുപാട് ഭൗതിക രഹസ്യങ്ങൾ പഠിപ്പിച്ചിരുന്നു. അപ്പം ഇൽമിൻ്റെ മര്യാദ ഉണ്ട് ഇവിടെ. എല്ലാ പ്രായത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. എവിടെ എത്തിയാലും നമ്മൾ നമ്മുടെ ഇൽമ തേടിക്കൊണ്ടിരിക്കണം. ഖിദർ നബിയോട് പോയിട്ട് ചോദിച്ച മര്യാദൻ്റെ വാക്കുണ്ട്, ഞാൻ നിങ്ങളുടെ പുറകിൽ നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ
നിങ്ങൾ ആരാണെങ്കിലും ശരി, ഇൽമു പഠിക്കാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മുത്താലിമാണ്, ഉസ്താദിൻ്റെ പുറകിൽ നടന്നോളണം. രണ്ടാമത്തെ സംഗതി, അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചിരുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരാവാം. നമുക്കൊന്നിച്ച് പോയാലോ, നമുക്കൊന്നിച്ച് പഠിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ പുറകിൽ വന്നോട്ടെ, നിങ്ങൾക്ക് അള്ളാഹു പഠിപ്പിച്ചിരുന്ന കുറച്ച് എനിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അറിവുണ്ടെന്ന് സമ്മതിക്കുകയാണ്. ഈ ഒരൊറ്റ വാക്കിൽ, നേരത്തെ പറഞ്ഞ ഈ ഒരൊറ്റ വാക്കിൽ തന്നെ ഇൽമിൻ്റെ ഒരുപാട് മര്യാദകൾ വന്നെന്നാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ആ യാത്രയിൽ അള്ളാഹു തആല അവർക്ക് ഒരുപാട് രഹസ്യങ്ങൾ കാണിച്ചു കൊടുത്തു. പറഞ്ഞു, ഒരു കപ്പലിനെ ഓട്ടയാക്കിയിട്ട് പറഞ്ഞു, എന്തിനാണ് ഓട്ടയാക്കിയത്? പറഞ്ഞിരുന്നു ഒന്നും ചോദിക്കാൻ പാടില്ല. അഡ്മിഷൻ ഷർത്തുണ്ടായിരുന്നു, കണ്ടീഷൻ, ഒന്നും ചോദിക്കാൻ പാടില്ല. അദ്ദേഹം ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചപ്പോൾ പിന്നെ പുറത്താക്കി. എന്നിട്ട് 3 കാര്യം പറഞ്ഞു കൊടുത്തു. കപ്പലിന് ഓട്ടയൊക്കെയെന്ന് വെച്ചാൽ ഈ രാജാവ് എന്ത് നല്ലത് കണ്ടാലും എടുക്കുമെന്ന് പറഞ്ഞു. അത് രാജാക്കന്മാർ സ്ഥിരം അസുഖമാണെന്ന് തോന്നുന്നു. എല്ലാ രാജാക്കന്മാർക്കും അങ്ങനെ ഒരു ശീലം ഉണ്ടെന്ന് തോന്നുന്നു. എവിടെയെങ്കിലും നല്ലൊരു പ്രോപ്പർട്ടി കാണാൻ അത് രാജാവിൻ്റെ ആയിരിക്കും. അപ്പം ഓട്ടയുള്ളതാണ് രാജാവ് വിട്ടേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊന്നും ചില രാജ്യങ്ങളിൽ ഈ പൊതുസ്വത്തൊക്കെ രാജാക്കന്മാർ കയ്യേറുമ്പോൾ എവിടെയെങ്കിലും ഒരു നല്ല ഹോട്ടൽ ഉണ്ടെങ്കിൽ, ഒരു നല്ല ടവർ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും രാജകുമാരൻ്റെതായിരിക്കും. ഒരു വലിയ റോഡിൻ്റെ അത് രാജാവിൻ്റെ പേരിലായിരിക്കും. ഏതെങ്കിലും മലക്കിൻ്റെയോ നബിൻ്റെയോ പേരിലുണ്ടെങ്കിൽ അത് ചെറിയ ഇടവഴിയായിരിക്കും. എല്ലാ നല്ല കപ്പലും ഈ രാജാവ് എടുക്കും എന്ന് ചില രാജാക്കന്മാരെ പറ്റി പറഞ്ഞതല്ല, ഒരു രാജാവിനെ പറ്റി പറഞ്ഞത് പലർക്കും ഉണ്ടെന്ന് തോന്നുന്നു. അല്ലാഹു അലം. പിന്നെ ഒരു കുട്ടി ഭാവിയിൽ ഫിത്നയാകും കണ്ടപ്പോൾ ആ കുട്ടിയെ കൊന്നു കളഞ്ഞു. ഒരു മതിലിൻ്റെ അടിയിൽ ഒരു സാലിഹായ മനുഷ്യൻ തൻ്റെ യതീമായ മക്കൾക്ക് കൊടുത്ത സമ്പത്തുണ്ട് എന്നതുകൊണ്ട് ആ മതിലിനെ നേരെയാക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ മക്കൾക്ക് വേണ്ടി കരുതി വെക്കുന്നത് നല്ലതാണെന്ന് അർത്ഥം. അള്ളാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കാണ്, വക്കാന അബൂഹുമ സാലിഹ. ആ 2 യതീം മക്കളുടെ ഉപ്പ സാലിഹായ വ്യക്തിയായിരുന്നു. അങ്ങനെ ഒരുപാട് ഗുണപാഠങ്ങളുള്ള സംഭവമുണ്ട്. നബിതങ്ങൾ പറയാണ്, ആ യാത്ര നീണ്ടുപോയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയി. ഒരുപാട് ഇതുപോലത്തെ കാര്യങ്ങൾ പഠിക്കാമല്ലോ എന്ന്. അല്ലാഹു തആല ഖുർആനെ മനസ്സിലാക്കാനും ശരിയായിട്ട് അമൽ ചെയ്യാനും തൗഫീഖ് തരട്ടെ. സുബ്ഹാനല്ലാഹി ബിഹംദിഹി സുബ്ഹാനകല്ലാഹു ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.